അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ നോമൻക്ലേച്ചർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം സെക്കൻഡ് പാർട്ടിലത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കാണുക. നമ്മൾ ആൽക്കെയിൻസിൻ്റെ സിംഗിൾ ബ്രാഞ്ചുകളുടെ പേരും അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്ന ആൽക്കെയിൻസിന് എങ്ങനെ പേര് കൊടുക്കുക, അൺസാച്ചുറേറ്റഡ് ഉള്ള കോമ്പൗണ്ട്സിന് എങ്ങനെ പേര് കൊടുക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. പിന്നെ മെറ്റാമറിസം. ഇത്രയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ. അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാം, ഒന്ന് ഓർമ്മയുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതേപോലെ നിങ്ങൾ പഠിച്ചവർക്ക് ഒന്നും കൂടെ ഒന്ന് നമ്മൾ പഠിച്ചത് ശരിയാണോ എന്ന് അറിയാൻ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് 2 ഐഡൻറ്റിക്കൽ ബ്രാഞ്ച് ഓഫ് CH3? സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ചാണ്. അപ്പോൾ അങ്ങനത്തെ 2 ഐഡൻറ്റിക്കൽ ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പേരാണ് കൊടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഐഡൻറ്റിക്കൽ ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഡൈമീഥൈൽ എന്നാണ് കൊടുക്കുക. അതാണ് അവിടുത്തെ ഉത്തരം. നെക്സ്റ്റ്, വിച്ച് റൂൾ ഈസ് അപ്ലൈഡ് ഇൻ നമ്പറിങ് എ ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബണിൻ്റെ പേര് നമ്പറിങ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? ദ ലോങ്ങസ്റ്റ് ചെയിൻ നമ്പറിങ് ഫ്രം ലെഫ്റ്റ്, ദ ലോങ്ങസ്റ്റ് ചെയിൻ നമ്പറിങ് ഫ്രം റൈറ്റ്, ദ ലോങ്ങസ്റ്റ് ചെയിൻ എയ്തർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ്, ബട്ട് കാർബൺ ആറ്റംസ് വിത്ത് ബ്രാഞ്ചസ് ഗെറ്റ് ലോവർ നമ്പർ. ദ ലോങ്ങസ്റ്റ് ചെയിൻ എയ്തർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ്, കാർബൺ ആറ്റം വിത്ത് ബ്രാഞ്ച് ഗെറ്റ് ഹയർ നമ്പർ. അപ്പോൾ ഇതിൽ C ആണ് കറക്റ്റ് അല്ലേ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്ന് നമ്പർ കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ബ്രാഞ്ച് ഉള്ളതിന് ചെറിയ നമ്പർ കിട്ടണം. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി OH ഗ്രൂപ്പ് വരുന്ന ഫംഗ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് വരുന്നത്, ദ കാർബൺ ആറ്റം ഷുഡ് ബി നമ്പേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഗെറ്റ്സ് ഡാഷ് പൊസിഷൻ നമ്പർ. അതും നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇതിലുള്ളൂ. അതിന് നമുക്ക് ഇന്നലെ പഠിച്ചതിൽ പേര് ഇടാൻ പഠിച്ചിട്ടുണ്ട്. IUPAC നെയിം കൊടുക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് വരയ്ക്കാനാണ്. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. നിങ്ങളൊന്ന് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടെയിനെ വരയ്ക്കുന്നുണ്ടായിരിക്കുക. 2ാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും നമ്മൾ ബ്രാഞ്ച് വരച്ചിട്ടുണ്ട്. ഇതാണ് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ UPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഈസ് കറക്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ? ഇതിലേതാണ് ശരി, അതിൻ്റെ എന്തുകൊണ്ടാണ് ശരിയായേ അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ബ്യൂട്ട് 2E തന്നിട്ടുണ്ട്, ബ്യൂട്ട് 3E തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ചിരിക്കുന്നത് ബ്യൂട്ട് 2E ആണ്. അപ്പോൾ ഇതിന് ബ്യൂട്ട് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കണം അല്ലേ? എന്തിന് പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടത്? നമുക്ക് ഡബിൾ ബോണ്ടിൻ്റെ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇത് 1ാമത്തെ, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ, ഇത് 4ാമത്തെ. അപ്പോൾ ഇതിൽ കറക്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ 1, 2, 3, 4. അപ്പോൾ എങ്ങനെ എടുത്താലും 4ആണ് ചെറുത് വരിക. സോ നമ്മൾ 4നാണുള്ളത്. അപ്പോൾ ചെറിയ നമ്പർ പൊസിഷൻ നമ്പർ വരുന്ന എപ്പോഴും ലെഫ്റ്റിൽ നിന്നാലും റൈറ്റിൽ നിന്ന് എടുത്താലും 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്യൂട്ട് 2E എന്നാണ് ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ പേര്. അതൊരു വ്യത്യാസമൊന്നുമില്ല. ഇനി 2ാമത്തെ കോമ്പൗണ്ട് ബ്യൂട്ട് 3E ആണ്. നമ്മൾ വരച്ചു. 3ാമത്തെ ലെഫ്റ്റിൽ നിന്നാണ് ഞാൻ അപ്പോൾ നമ്പർ എടുത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ 3ാമത്തെ കാർബൺ കഴിഞ്ഞപ്പോൾ ഞാൻ ഡബിൾ ബോണ്ട് വരച്ചു. പക്ഷേ ഇതിൻ്റെ പേര് ശരിക്കും ബ്യൂട്ട് 3E എന്നാണോ? നമ്മളെപ്പോഴും ഇവിടെ നിന്ന് നമ്പർ ഇടുമ്പോൾ ഇത് 3E എന്ന് വരും. പക്ഷെ ഇവിടെ നിന്ന് നമ്പർ ഇടുമ്പോൾ അത് എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. ബ്യൂട്ട് 1E എന്നാണ് വരുന്നത് അല്ലേ? 3ക്ക് പകരം 1 വരും. അപ്പോൾ ഏറ്റവും ചെറുതെടുക്കണം എന്നല്ലേ പൊസിഷൻ നമ്പർ? അപ്പോൾ ഏതാ ശരി? ബ്യൂട്ട് 1E എന്നാണ് ശരി. അപ്പോൾ ഇങ്ങനെയുള്ള ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് വരച്ച് നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് കിടക്കുകയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ an atom or a group of atoms, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ആറ്റങ്ങളുടെ ഒരു ഗ്രൂപ്പ് ബോണ്ടഡ് ടു കാർബണായിട്ട് നമ്മൾ ബോണ്ട് ചെയ്യാണ്. ഹൈഡ്രജനെ മാറ്റി ഈ ഒരു ഗ്രൂപ്പ് വന്ന് ബോണ്ട് ചെയ്യും. ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റർമൈൻസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. ദിസ് ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഈസ് കോൾഡ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഒരു വരുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് എന്ത് ചെയ്യും? ഈ ഓർഗാനിക് കോമ്പൗണ്ടായിട്ട് കമ്പൈൻ ചെയ്താൽ ടോട്ടലി അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എൻ്റയർലി ചേഞ്ച് ആവും. അപ്പോൾ വ്യത്യാസം നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വരുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് അല്ലെങ്കിൽ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചധികം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കുന്നതാണ് നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പ്, COOH എന്നാണ് പറയുക.
ദെൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO, ദെൻ കീറ്റോ ഗ്രൂപ്പ് C+O ആണ്. ഹാലോ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 17ാമത്തെ ഫാമിലി ആയിട്ടുള്ള എലമെൻസിനെ നമ്മൾ എന്ത് പേരെ വിളിക്കുക? ഹാലജൻസ് എന്ന് വിളിക്കുക. ആ ഹാലജൻസ് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ക്ലോറിനെ കമ്പൈൻ ചെയ്ത, അയഡിൻ കമ്പൈൻ ചെയ്ത, ബ്രോമിൻ കമ്പൈൻ ചെയ്താലൊക്കെ അത് ഹാലോ ഗ്രൂപ്പ്സിൽ പെട്ടതാണ്. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ഇത്രയും ഗ്രൂപ്പുകളാണ് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഓരോന്നും അതിൻ്റെ പേര് IUPAC നെയിം എങ്ങനെ കൊടുക്കാമെന്നും അതല്ല IUPAC നെയിം തന്ന സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കാമെന്നും എല്ലാം നമ്മൾ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രക്ചറാണ് തന്നെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. സ്ട്രക്ചറിൽ നമ്മൾ കൊടുക്കുമ്പോൾ സിംഗിൾ ബോണ്ട് OH ആണ് നമ്മൾ കൊടുക്കുക. ദാറ്റ് ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അതിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾസ് എന്ന്. ഓക്കെ, മെത്തനോള്, എത്തനോള്, അതൊക്കെ. ഇനി വാട്ട് ഈസ് ദ റൂൾ ടു ബി ഫോളോഡ് വൈൽ നെയിമിങ് സച്ച് കോമ്പൗണ്ട്സ്? അപ്പോൾ നമ്മൾ ആൽക്കെയിൻസിനും ആൽക്കീൻസിനും ഒക്കെ പേര് കൊടുത്തപ്പോൾ റൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിന് നമ്മൾ എന്ത് വേണം? പേര് എഴുതുമ്പോഴേക്ക് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ദ കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ദ OH ഗ്രൂപ്പ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ മെയിൻ ചെയിൻ. അപ്പോൾ മറ്റേതിൽ നമ്മൾ ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബൺസ് ഒക്കെ പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളതിനെയാണ് നമ്മൾ മെയിൻ ബ്രാഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ വരുമ്പോൾ നമ്മൾ എടുക്കുക മെയിൻ ബ്രാഞ്ച് എങ്ങനെയാണ്? ഏതിലാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്, OHൻ്റെ കേസിൽ മാത്രമല്ല, ഏതാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ആ ഗ്രൂപ്പ് വരുന്ന ചെയിനെയാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് എപ്പോഴും എടുക്കേണ്ടത്. ഇനി കാർബൺ ആറ്റംസ് ഷുഡ് ബി നമ്പേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഗെറ്റ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ. അപ്പോൾ പുറത്ത് എന്ത് വന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുക. ഇപ്പോൾ ബ്രാഞ്ച് ആയാലും ഡബിൾ ബോണ്ട് ആയാലും ട്രിപ്പിൾ ബോണ്ട് ആയാലും ഫങ്ഷണൽ ഗ്രൂപ്പ് ആയാലും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുക ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇപ്പോഴും ചെറിയ നമ്പർ പൊസിഷൻ നമ്പർ കിട്ടണം. അത് ലെഫ്റ്റിൽ നിന്ന് കൊടുത്താലും റൈറ്റിൽ നിന്ന് കൊടുത്താലും പ്രശ്നമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പിന് എപ്പോഴും ചെറിയ നമ്പർ കിട്ടണം. ആ രീതിക്കായിരിക്കണം നമ്മളെപ്പോഴും പൊസിഷൻ ചെയ്യേണ്ടത്. ഇനി പേര് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ റീപ്ലേസ് ഇ ഓഫ് ദ കറസ്പോണ്ടിങ് ആൽക്കെയിൻ. നമ്മൾ ആൽക്കെയിൻ്റെ കേസുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ OHൻ്റെ ഒക്കെ ഇതിൽ വരുമ്പോൾ. സോ ആൽക്കെയിൻ്റെ ഈനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യും. അതായത് അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് വന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അത് പേരിൽ നിന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? OL എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇപ്പോൾ ആൽക്കെയിൻ ആണെന്ന് ANE എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ ആൽക്കഹോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പേരിൻ്റെ ഒപ്പം OL ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ OL-ലാണ് നമ്മൾ ചേർക്കുക. ഈനെ മാറ്റിയിട്ട് OL ചേർക്കും. ആൻഡ് ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ നമ്പർ ഓഫ് സിംഗിൾ ബോണ്ട് OH ഗ്രൂപ്പ് ബിഫോർ OL. എന്നിട്ട് OL-ന് മുന്നേ നമ്മൾ എന്തും കൊടുക്കണം? പൊസിഷൻ നമ്പർ ഓഫ് OH ഗ്രൂപ്പ്. എവിടെയാണ് നമ്മുടെ ഈ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മെയിൻ ചെയിനിൽ വന്നേ പൊസിഷൻ നമ്പറും കൂടെ ഈ OL-ന് മുന്നേ കൊടുക്കണം. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് നമ്മൾ പേര് എഴുതുക? അപ്പോൾ ഒരു 4 കാർബൺ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ബ്യൂട്ടാൻ 1 ഓൾന്ന് അങ്ങനെ എഴുതാം. 1ഉം ആൽഫബറ്റും തമ്മിൽ ഹൈഫൺ വേണമല്ലോ നിർബന്ധമായിട്ടും. സംഖ്യയും ആൽഫബറ്റും തമ്മിൽ അങ്ങനെ തന്നെ വരണം. ഇനി ബ്യൂട്ടാൻ്റെ നമ്മൾ മറ്റേതിലൊക്കെ ആൽക്കെയിൻ്റെ ഒക്കെ പേര് പഠിച്ചപ്പോൾ ബ്യൂട്ട്, അത് കഴിഞ്ഞ് ANE അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായത്, അല്ലെങ്കിൽ ENE അല്ലേ? ഇവിടെ പക്ഷെ എന്താണ്? ഈനെ മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ കേട്ടോ. കാരണം AN അവിടെ ഉണ്ടെങ്കിലാണ് നമ്മളത് സിംഗിൾ ബോണ്ട് ആണോ അല്ലെങ്കിൽ അത് EN വന്ന ഡബിൾ ബോണ്ട്, YN ട്രിപ്പിൾ ബോണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ AN അവിടെ നിൽക്കുന്നതുകൊണ്ട് അത് സിംഗിൾ ബോണ്ടാണ് എല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിൻ്റെ താഴെയുള്ളൊരു കണക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ലെറ്റസ് എക്സാമിൻ ഹൗ ടു റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് IUPAC നെയിം എങ്ങനെ കൊടുക്കും, എങ്ങനെ എഴുതും എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ OH ഗ്രൂപ്പ് ഉള്ളതിനാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. എത്ര കാർബൺ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. എത്ര കാർബൺ ഉണ്ട്? 3 എണ്ണം. അപ്പോൾ 3 എണ്ണം ഉണ്ടെങ്കിൽ എല്ലാം സിംഗിൾ ബോണ്ടും ആണല്ലേ. അപ്പോൾ നമ്മൾ 3 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് പേരെ വിളിക്കുക? പ്രൊപ്പാൻ. ഓക്കെ, ഈനെ നമ്മൾ മാറ്റി. ഇനി OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്പർ എത്രയാണ് വരുന്നത്? ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 ആണ്. ഒന്നാമത്തെ കാർബണമേ വരുന്നത്. ഇവിടെ 3ഉം ഇവിടെ 1 ആണ്. അപ്പോൾ ചെറുത് 1 ആണ്. അപ്പോൾ -1 OH ഗ്രൂപ്പാണ് വരുന്നത്. ഈ പേരിൽ നമ്മൾ എന്താ എഴുതണം എന്നാണ് പഠിച്ചേ?
ഓയിൽ. അപ്പം എന്ത് ചേർക്കുക? ഓയിലും കൂടെ ചേർക്കുക. അപ്പം അതിൻ്റെ പേരെന്തായി? IUPAC നെയിം പ്രൊപ്പാൻ 1 ഓൾ എന്നായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? 3 അപ്പം 3 വരുമ്പോൾ എൻ്റെ ആൽക്കെയിൻ നെയിം എന്താണ്? പ്രൊപ്പെയിൻ എന്നാണ്. പീനെ മാറ്റണം അല്ലേ? കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ കാർബൺ കണ്ടെയ്നിങ് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണിൻ്റെ പൊസിഷൻ നമ്പർ എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ IUPAC നെയിം എന്ത് വരും? പ്രൊപ്പാൻ. ഈനെ മാറ്റി 1 ഓൾ. ഇതാണ് അതിൻ്റെ IUPAC നെയിം. ഇനി ഒരു കോമ്പൗണ്ടും കൂടെ തന്നിട്ട് അതിൻ്റെ IUPAC നെയിം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ് നമ്മളോട്. അതും കൂടെ കണ്ടുപിടിക്കാം. ഇത് നോക്കിയേ, ഇതിൽ എത്ര കാർബൺ ഉണ്ട്? മെയിൻ ചെയിനിൽ ഇത് തന്നെ വരും. മെയിൻ ചെയിൻ ബ്രാഞ്ചിലായിട്ടാണ് OH നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പെയിൻ എന്ന് പറയും. ഈനെ മാറ്റി കേട്ട് പൊസിഷൻ നമ്പർ ചേർക്കണം. അപ്പോൾ ഇവിടെ പൊസിഷൻ നമ്പർ ചേർക്കുമ്പോൾ 1 2 3 അത് ലെഫ്റ്റിൽ നിന്ന് തന്നെയാലും റൈറ്റിൽ നിന്ന് തന്നെയാലും 2ൽ തന്നെയാണ് OH കൊടുക്കുന്നത്. സോ 2 എടുത്തു അല്ലേ? രണ്ടാമത്തെ കാർബണുമ്മയാണ് അവിടെ OH ഗ്രൂപ്പ് വന്നത്. അതുകൊണ്ട് നമ്മൾ പൊസിഷൻ കൊടുക്കുമ്പോൾ 2 ഓയിൽ എന്ന് പറഞ്ഞ് കൊടുക്കും. കിട്ടിയത് ആൽക്കഹോൾ പ്രൊപ്പാൻ 2 ഓൾ എന്നാണ് അതിൻ്റെ IUPAC നെയിം. ഇനി നമുക്കൊരു സ്ട്രക്ചർ വരയ്ക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ പെൻറ്റാൻ 2 ഓൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം. അപ്പോൾ പെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേർഡ് റൂട്ട് പെൻറ്റ് വരുന്നത് 5 കാർബൺ എന്നാണ്. അപ്പം 5 നമ്മൾ വരച്ചു. 3 4 5. AN ആയതുകൊണ്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആണെന്ന് മനസ്സിലായി. എല്ലാം സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി എന്താ വേണ്ടേ? രണ്ടാമത്തെ കാർബണുമ്മയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പം ഞാൻ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷൻ സെലക്ട് ചെയ്തു. അവിടെ OH കൊടുത്തു. ദെൻ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാം ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ. ഇനി ഇവിടെ 1 2 5 ഒരെണ്ണം മതി. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എങ്ങനെയാണ് ആൽക്കഹോൾ ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പേര് കൊടുക്കാമെന്നും അല്ലെങ്കിൽ പേര് തന്നാൽ വരയ്ക്കാമെന്നും നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാൻ പോവാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ഡൗട്ടുകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പിനെ നമ്മൾ 2 രീതിക്ക് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് COOH, കോമൺ ഫോമിൽ നമുക്ക് COH എന്ന് പറയാം. അതല്ലെങ്കിൽ COH, നമ്മുടെ ഇവിടുത്തെ ആൽക്കെയിൻ ഏതാണോ അത്. ഇപ്പോൾ CH2 CH3 അതൊക്കെ വരില്ല. അങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് വരണം? ഡബിൾ ബോണ്ട് O. ഇതാണ് ഒരു സ്ട്രക്ചർ. അപ്പോൾ COH വരും, ഇതും വരും. ഏത് വേണമെങ്കിലും വരാം. ഇനി COH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ കോമൺലി വിളിക്കുന്നൊരു പേരുണ്ട്. അതാണെന്ത്? കാർബോക്സിലിക് ആസിഡ്. എന്താണ് അതിൻ്റെ പേര്? കാർബോക്സിലിക് ആസിഡ് എന്നും കൂടെ നമ്മൾ ഈ കാർബോക്സിൽ ഗ്രൂപ്പിനെ വിളിക്കും. അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന അതൊരു COH എന്ന് പറഞ്ഞൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണല്ലോ. സോ അതിന് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നും കൂടെ, കോമൺ നെയിം ആൽക്കഹോൾ എന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പറഞ്ഞ പോലെ. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. പേരെങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ മാറ്റിയിട്ട് നമ്മൾ ഓയിലാണ് ചേർത്തത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റിയിട്ട് ഓയിക് ആസിഡാണ് നമ്മൾ ചേർക്കാൻ പോകുന്ന പേര്. എന്താ വരിക? ഓയിക് ആസിഡ്. അപ്പോൾ ആൽക്കെയിന് മാറ്റി ഓയിക് ആസിഡ് ചേർക്കുമ്പോൾ എന്താവും? ആൽക്കനോയിക് ആസിഡ്. ഇപ്പോൾ മീഥേൻ ആണെങ്കിൽ അത് മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് അങ്ങനെ വരും. അപ്പോൾ മീഥേനായ ഇപ്പം ഇങ്ങനെ പറയാം, CH3COH. ഇതിൻ്റെ പേരെന്തായി? ഇത് 2 കാർബൺ ഉണ്ടല്ലേ? സോ 2 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പേര് വിളിക്കണ്ടേ? അപ്പോൾ എത്തനോയിക് ആസിഡ് ഉണ്ടോ? ഈഥെയിൻ എന്നുള്ളതിൻ്റെ മാറ്റിയിട്ട് എത്തനോയിക് ആസിഡ് എന്ന് ആക്കും നമ്മൾ. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കാർബോക്സിലിക് ആസിഡ് ഈസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നൊരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അതിൻ്റെ IUPAC നെയിം എഴുതാൻ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ. ഈ ഒരു ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 1 2 2 ഉള്ളൂ. ഇത് തന്നെ എഴുതുന്നത് OH മാത്രമേ ഉള്ളൂ, കാർബൺ ഇല്ല. സോ 2 ഉള്ളൂ. അപ്പോൾ 2 എഴുതി.
അപ്പോൾ 2 കാർബൺ ആറ്റം വരുമ്പോൾ അതിൻ്റെ പേരെന്താണ് UPAC നെയിം? ഈഥെയ്ൻ എന്നാണ് അല്ലേ. ഇവിടെ C∼ ആയതുകൊണ്ട് എന്ത് വരും? ഓയിക് ആസിഡ് ചേർക്കണം. അപ്പം എത്തനോയിക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. കണ്ടോ, ഈഥെയിൻ്റെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് ചേർക്കുമ്പോൾ എത്തനോയിക് ആസിഡ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ചത് CH3COOH. ഇത് ഇച്ചിരി കണ്ടൻസ്ഡ് ആയിട്ട് എഴുതി, ഇത് ഇത്രയും കൂടെ ഇലാബറേറ്റഡ് ആയിട്ട് എഴുതി, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് ഇത്രയും പഠിച്ചത് വെച്ചിട്ട് പേര്, ഈ ഒരു കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ പേരിടാനായിട്ട് നമുക്ക് 2-3 എണ്ണത്തിൻ്റെ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പം ടെക്സ്റ്റ് ഉള്ളത് HCOH. എന്തായിരിക്കും അതിൻ്റെ പേര് വരാം? ഒരൊറ്റ കാർബണേ ഉള്ളൂ. അപ്പോൾ ഒരു കാർബൺ ഉള്ളതിന് നമ്മൾ എന്ത് പേര് പറയാം? മീഥെയ്ൻ. അപ്പം അതിൽ ഈ മാറ്റിക്കഴിഞ്ഞാൽ പകരം ആര് ചേർക്കണം? ഓയിക് ആസിഡ് ചേർക്കണം. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഓയിക് ആസിഡിൻ്റെ കേസ് വരെ നമുക്ക് പൊസിഷൻ ആഡ് ചെയ്യേണ്ടി വരാറില്ല. മിക്കതും ലാസ്റ്റ് തന്നെയാണ്, ഈ ഒരു കോമ്പൗണ്ട് ലാസ്റ്റാണ് ഫോം ചെയ്യുന്നത്. അതായത് 2 സെക്ഷനിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമുക്കതിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക പൊസിഷൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. CH3COOH എത്തനോയിക് ആസിഡാണ്. അപ്പോൾ അടുത്ത് നമ്മളടുത്ത് വരയ്ക്കാനും പറഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 കാർബൺ വേണം. ഈ 3 കാർബൺ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫങ്ഷണൽ ഗ്രൂപ്പിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്. അതുകൊണ്ട് ഒരു പേരിൽ വരുന്ന ഒരു കാർബൺ എന്തായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബൺ ആയിരിക്കും. അപ്പോൾ COOH വരച്ചു നമ്മൾ ഓൾറെഡി. ഇനി എന്താ ഉള്ളത്? പ്രൊപ്പനോയിക്കിൽ ഇനി 2 എണ്ണം കൂടി വേണം. 2 കാർബൺ കൂടി പോരെ. സോ 2 കാർബൺ CH2 CH3. ഇതാണെന്ത്? പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുന്നത്. പ്ലസ് അല്ല, ജസ്റ്റ് സിംഗിൾ ബോണ്ട് വരച്ചാൽ മതി. പ്രൊപ്പനോയിക് ആസിഡ് എന്നുള്ളത്. ഇനി അടുത്ത എൻ്റെ പേരെന്താ വരുന്നത്? 1 2 3 4. ആദ്യം നമ്പർ എന്ത് കണ്ടുപിടിച്ചു അല്ലേ? 4 കാർബൺ ഉണ്ട്. അപ്പം 4 എണ്ണം വന്നാൽ എന്ത് പേരാ നമ്മൾ പറയാ? 4 എണ്ണം വന്നാൽ എന്ത് പേര് പറയും? ബ്യൂട്ടെയിൻ എന്ന് പറയും അല്ലേ. അപ്പം ഇത് ഓയിക് ആസിഡും കൂടി ചേർക്കുമ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് എന്തായിരിക്കും വരിക? ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ബ്യൂട്ടനോയിക് ആസിഡ് കഴിഞ്ഞിട്ട് പെൻറ്റനോയിക് ആസിഡ് വരച്ച് നോക്കുക. ഹെക്സനോയിക് ആസിഡ്, ഹെപ്റ്റനോയിക് ആസിഡ്, ഒക്ടനോയിക് ആസിഡ് ഒക്കെ നമ്മൾ മാറി മാറി വരച്ച് നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞു. ഹൈഡ്രോക്സിലും കഴിഞ്ഞു, കാർബോക്സിൽ ഗ്രൂപ്പും കഴിഞ്ഞു അല്ലേ. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ കോമൺ നെയിം ആൽക്കഹോൾസ് എന്നായിരുന്നു. അതിൽ നമ്മൾ OH ആണത് സ്ട്രക്ചറിൽ വരയ്ക്കുമ്പോൾ പേര് കൊടുക്കുമ്പോൾ ഓയിലാണ് ചേർക്കുക. പൊസിഷൻ നമ്പർ വേണം, ചെറുതായിരിക്കണം എപ്പോഴും പൊസിഷൻ നമ്പർ. പിന്നെ OH ഗ്രൂപ്പ് വരുന്നതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക. അത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ കഴിഞ്ഞു. ഇനി കാർബോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായത് അതിൻ്റെ ഫോർമുല സ്ട്രക്ചറിൽ COOH ആയിരുന്നു വരിക. COOH അല്ലെങ്കിൽ C∼OH ഇങ്ങനെയായിരിക്കണം 2 രീതിയിൽ സ്ട്രക്ചർ വരുന്നത്. അതിൻ്റെ കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ് എന്നായിരുന്നു. അതായത് നമ്മൾ പേരിൻ്റെ ഒപ്പം ഓയിക് ആസിഡാണ് ചേർക്കുക, ഈന മാറ്റിയിട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞില്ലേ. ഇനി അടുത്തതാണ് നമ്മുടെ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. അതായത് നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പിൽ ഒരു O കുറവുണ്ട്. അപ്പോൾ CHO എന്നാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ പറയുക. അതിൻ്റെ സ്ട്രക്ചറും എന്താണ് സെയിം, ഏകദേശം ഒരേപോലെയാണ് കാർബോക്സിലിൻ്റെ. അപ്പോൾ COOH ഇതാണ്, അല്ല OH ഇല്ല, ഇവിടെ H മാത്രമേ ഉള്ളൂ. OH വരുന്നത് കാർബോക്സിലിക്കിനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ 2 എണ്ണം വരിക പേരിൻ്റെ ഒപ്പം. അപ്പോൾ കോമ്പൗണ്ട് വിത്ത് CHO ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ കോൾഡ്. CHO ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നമ്മൾ വിളിക്കുന്ന പേര് ആൽഡിഹൈഡ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് പേരെ വിളിക്കുക? ആൽഡിഹൈഡ്സ്. ഇനി റൈറ്റ് ദ UPAC നെയിം ഓഫ് ദ ആൽഡിഹൈഡ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ആൽഡിഹൈഡിൻ്റെ UPAC നെയിമാണ്. അപ്പോൾ ലാസ്റ്റത്തെ സ്ട്രക്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CHO ഇങ്ങനെയും എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല.
അപ്പോൾ ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 കാർബൺ വന്നാൽ നമ്മൾ എന്ത് പറയണം? ഈഥെയിൻ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഈഥെയിൻ്റെ ഈനെ മാറ്റി ആൽഡിഹൈഡ് ആകുമ്പോൾ നമ്മൾ ചേർക്കുക AL ആണ്. ആൽഡിഹൈഡ് ആകുമ്പോൾ നമ്മൾ ചേർക്കുന്നത് AL ആണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വന്നുകൊണ്ട് നമുക്ക് AL ചേർക്കുക. ജസ്റ്റ് പൊസിഷൻ പറയേണ്ട, AL ചേർക്കുക. അപ്പം എന്ത് വന്നു പേര്? എത്തനാൾ എന്ന് പേര് വന്നു. അപ്പോൾ എങ്ങനെയാണ് ആൽഡിഹൈഡിൻ്റെ UPSനെയും കൊടുക്കണമെന്ന് മനസ്സിലായോ? അപ്പം അതിൻ്റെ ഉത്തരമാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ 2 എണ്ണം. ആൽക്കെയിൻ ഹാവിങ് 2 കാർബൺ ആറ്റം അതിൻ്റെ പേര് ഈഥെയിൻ എന്നാണ്. IUPAC നെയിം എന്ത് വരും അപ്പോൾ? എത്തനാൾ. അതായത് ആൽക്കെയിൻ്റെ ഈനെ മാറ്റിയിട്ട് AL ചേർക്കുമ്പോഴാണ് അതെന്ത് ഗ്രൂപ്പ് ആവുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആവുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിളിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ പഠിച്ച ആൽഡിഹൈഡ്സ് വെച്ചിട്ട്. അപ്പോൾ കോമ്പൗണ്ട് ആണ് വരയ്ക്കുക. സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം. ബ്യൂട്ടനാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 എണ്ണമാണല്ലേ. അപ്പോൾ 4 കാർബൺ. 4ാമത്തെ കാർബൺ എന്ത് തന്നെയായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പായിരിക്കും. അതിന് പ്രത്യേകത ഈ ഒരു ആൽഡിഹൈഡ്സ് ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും തമ്മിലാണ് കേട്ടോ വരിക. അതായത് കാർബൺ ഓൾറെഡി ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് നമ്മൾ അതും കൂടെ കൂട്ടുമ്പോൾ വരയ്ക്കണം. അല്ല, ഓൾറെഡി 4 വരച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്യരുത് കേട്ടോ, തെറ്റും. അപ്പോൾ ഇതിൽ കാർബൺ ഉള്ളതുകൊണ്ട് 4 വരച്ചു. അപ്പോൾ അതിൽ ബാക്കി എന്താ വരയ്ക്കണ്ടേ? CH കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ ബോണ്ടാണ്, പേരിൽ തന്നെയുണ്ട്. ബാക്കി എല്ലായിടത്തും H3 വെച്ച് ഫില്ല് ചെയ്യാം. H3 H2 H2 CHO. അതാണ് എന്ത്? ബ്യൂട്ടനാൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതിൻ്റെ പേരെന്താ? എത്ര കാർബൺ ഉണ്ട്? 3 ആണ്. അപ്പം 3 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയത് AN, പിന്നെ AL. AL എന്ന് പറയുന്നത് ആൽഡിഹൈഡാണെന്ന് മനസ്സിലാക്കാൻ. CHO ആണ്, ആൽഡിഹൈഡാണ്. അടുത്തത് പെൻറ്റനാൾ വരയ്ക്കാണ്. അപ്പോൾ പെൻറ്റനാൾ എങ്ങനെ വരയ്ക്കുക? എത്ര കാർബൺ ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 5 കാർബൺ വരച്ചു. 5ാമത്തെ കാർബൺ എന്തായിരിക്കും? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിരിക്കും. അതപ്പോൾ അങ്ങനെ അപ്പം തന്നെ എഴുതി പോയാൽ മതി. പിന്നെ എഴുതുമ്പോൾ നമ്മൾ തെറ്റിക്കും. സോ CHO. എന്നിട്ട് എന്ത് ചെയ്യുക? സിംഗിൾ ബോണ്ടുകൾ വരച്ചു കൊടുക്കുക. ദെൻ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. CH3 CH2 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 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സിൻ്റെ IUPACനെയും കൊടുക്കാനും അല്ല പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും പഠിച്ചത്. ഇതിൻ്റെയും ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ആവുമ്പോൾ നമുക്ക് പരമാവധി ചെയ്ത് നോക്കുക. ബ്രാഞ്ചിൻ്റെ ഒക്കെ നമ്മൾ പെൻറ്റനാൾ കഴിഞ്ഞ ഹെക്സനാളും ഒക്ടനാളും ഒക്കെ നമ്മൾ തന്നെ കുറേ ഇട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് ദ കോമ്പൗണ്ട് പ്രൊപ്പനൺ? പ്രൊപ്പനണിൻ്റെ കോമൺ നെയിം എന്താണെന്നാണ് നമ്മളടുത്ത് ആദ്യം ചോദിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൊപ്പനണിൻ്റെ കോമൺ നെയിം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കീറ്റോൺ ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് നിൽക്കട്ടെ. അസെപ്റ്റോൺ നമ്മൾ പഠിക്കും. നെയിം ദ ഫങ്ഷണൽ ഗ്രൂപ്പ് സിംഗിൾ ബോണ്ട് CHO. അപ്പോൾ സിംഗിൾ ബോണ്ട് CHO വരുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പായിരുന്നു? ആൽഡിഹൈഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് CHO ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് പേര് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? ആൽക്കാൻ. CHO ആണെങ്കിൽ AL എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കണം. അതാണ് അവിടെ ഫില്ലിൻ്റെ ബ്ലാങ്ക്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിലോ ആൽക്കെയിൻ്റെ കൊടുത്തിട്ട് ഓയിക് ആസിഡ് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ആൽക്കനോയിക് ആസിഡ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഓർത്ത് നോക്കുകയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ട് ആദ്യം സ്ട്രക്ചർ ഹെക്സാൻ 2-ol ചെയ്യാം അല്ലേ. അപ്പോൾ ഹെക്സാൻ 2-ol എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരും? ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരും? 6 എണ്ണം വരണം. അപ്പോൾ 6 കാർബൺ. ഇനി എത്രാമത്തേമയാണ് ഓയിൽ വന്നത്? ഓയിൽ മീൻസ് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എത്രാമത്തെ പൊസിഷനിൽ വരണം? 2ാമത്തെ പൊസിഷനിൽ. അപ്പോൾ ഒഴിച്ചു കൊടുത്തു. ബാക്കിത്തൊക്കെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. അതായത് ബോണ്ട് വരയ്ക്കുക, ദെൻ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം. ഇവിടെ ഒരു ഹൈഡ്രജൻ, ദെൻ 2 2 2 3. ഓക്കെ. ഇതാണ് ഹെക്സാൻ 2-ന്റെ സ്ട്രക്ചർ.
ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് IUPAC നെയിം എന്താണ്? അപ്പോൾ ഏത് ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ്സിൻ്റെ ഇതിൽ എണ്ണുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 കാർബൺ. അപ്പോൾ പെൻറ്റാൻ എന്ന് വരും അല്ലേ? പെൻറ്റനാൾ. എല്ലാം കൂടി ചേർക്കുക ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ. പെൻറ്റനാൾന്ന് നമുക്ക് കിട്ടും. ഓക്കെ ഇല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ഗ്രൂപ്പ് പഠിക്കുകയാണ്, കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? C ഡബിൾ ബോണ്ട് O അത് മാത്രമേ വരുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ ചെയിനൊപ്പം C ഡബിൾ ബോണ്ട് O വന്നാൽ നമ്മളതിനെന്ത് പറയും? കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ CO എന്ന് കൊടുത്താലും മതി കേട്ടോ, എങ്ങനെയായാലും പ്രശ്നമില്ല, എങ്ങനെ തന്നാലും അത് കീറ്റോ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കീറ്റോൺ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കീറ്റോണിൻ്റെ IUPAC നെയിം ഇങ്ങനെ വരച്ച ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് ഇങ്ങനെയും എഴുതാം, സെയിം സാധനം തന്നെയാണ്. CH3CO CH3. ഇനി എങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഈ ഓനെ നമുക്ക് താഴ്ത്തിക്കായിട്ടും വരയ്ക്കാം. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് Y ഷേപ്പിൽ വരച്ചോന്നേ ഉള്ളൂ. ഇതാണ് സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കൊടുക്കുക എങ്ങനെയാണ്? അപ്പോൾ അതിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ, ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റം അടക്കം മൊത്തം 3 എണ്ണം ഉണ്ട് അല്ലേ? 1 2 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 എണ്ണത്തിന് നമ്മൾ ആൽക്കെയിൻ്റെ പേരെന്താ? പ്രൊപ്പെയിൻ ആണ്. കാരണം എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡബിൾ ബോണ്ട് കൺസിഡർ ചെയ്യേണ്ട കേട്ടോ, പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ IUPAC നെയിം എന്ത് വരും? ഈനെ മാറ്റി കളഞ്ഞിട്ട് ഇത് ഏത് ഗ്രൂപ്പാണ്? കീറ്റോ ഗ്രൂപ്പാണ്. കോമൺലി നമ്മൾ കീറ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ONE എന്നുള്ളതാണ് നമ്മൾ പേരിൻ്റെ ഒപ്പം ചേർക്കുക. അപ്പോൾ പ്രൊപ്പാൻ 1 പ്രൊപ്പനൻ എന്ന് നമ്മൾ വായിക്കും കോമൺലി കേട്ടോ, പ്രൊപ്പാൻ 1. അപ്പോൾ നമ്മൾ അതിന് പൊസിഷൻ നമ്പർ കൊടുക്കും. അത് ഇതിനൊരു സ്പെസിഫിക് നമ്പറിന് കൂടുതലുണ്ടെങ്കിലാണ്, കാർബൺ ആറ്റം കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ പൊസിഷൻ നമ്പർ കൊടുക്കാറ്. അപ്പോൾ നോക്കിയേ, പ്രൊപ്പാൻ പ്രൊപ്പെയിൻ എന്നുള്ളതിൻ്റെ മൈനസ് ചെയ്ത് കളഞ്ഞപ്പോൾ 1 ചേർത്തപ്പോൾ പ്രൊപ്പനൻ. ഈ ഒരു കോമ്പൗണ്ടിനെ പ്രൊപ്പനനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് അസെറ്റോൺ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനുള്ളത് കോമൺ നെയിം പ്രൊപ്പനൻ്റെ അസെറ്റോൺ ആണ്, അല്ലെങ്കിൽ അസെറ്റോണിൻ്റെ IUPAC നെയിം പ്രൊപ്പനൻ എന്നാണ്. ഇനി ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് മസ്റ്റ് ബി കൺസിഡേർഡ്. പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്മൾ എപ്പോഴും കണക്കാക്കണം. എപ്പോൾ? ഈ ഒരു കീറ്റോൺ ഗ്രൂപ്പിൽ നെയിമിങ് കീറ്റോൺസ് വിത്ത് മോർ ദാൻ 3 കാർബൺ ആറ്റംസ്. അതായത് പ്രൊപ്പ് കഴിഞ്ഞാൽ ബ്യൂട്ട് തൊട്ടുള്ള എല്ലാത്തിനും നമ്മൾ കീറ്റോ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് പറയണം. പ്രൊപ്പ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം പ്രൊപ്പിൽ ചാൻസ് ഒന്നില്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ അത്രേ ചാൻസ് ഉള്ളൂ അല്ലേ? അപ്പോൾ പ്രൊപ്പ് വരെ വേണ്ട, അത് കഴിഞ്ഞിട്ട് ബ്യൂട്ട് തൊട്ടുള്ള എല്ലാത്തിനും നമ്മൾ പൊസിഷൻ നമ്പർ ഓഫ് ഫങ്ഷണൽ കീറ്റോൺ ഗ്രൂപ്പ് നമ്മൾ മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് കീറ്റോൺ ഗ്രൂപ്പാണ്, CO എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എണ്ണി നോക്കുക, 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് 1 2 3 4 5 കൊടുത്തു. അപ്പോൾ നമ്മൾ കീറ്റോൺ ഗ്രൂപ്പ് 3ൽ കൂടുതലുണ്ട് കാർബൺ. അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കണം. അപ്പോൾ കീറ്റോൺ ഗ്രൂപ്പ് വന്നത് ഏത് കാർബൺ ആറ്റത്തും ലെഫ്റ്റിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോൾ 4ഉം B, റൈറ്റിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോൾ 2ഉം. അപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്യേണ്ടത്? ചെറുത്. അപ്പോൾ 2ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ 5 എണ്ണത്തിൻ്റെ പേര് എന്ത് വരും? പെൻറ്റാൻ. ഈനെ മാറ്റി പൊസിഷൻ നമ്പർ 2 എന്ത് വരും? കീറ്റോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് 1. അപ്പോൾ പെൻറ്റാൻ 2 1. ഇത് തന്നെയാണ് ഉത്തരം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം എത്ര ഉണ്ടായിരുന്നു? എന്നൊക്കെയേ 5 എണ്ണം. ഇനി നെയിം ഓഫ് ആൽക്കെയിൻസ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. സെയിം 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ആൽക്കെയിൻ്റെ പേരെന്താണ്? പെൻറ്റെയിൻ എന്നാണ്. പീനെ മാറ്റി കളഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ കീറ്റോൺ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്പർ എത്ര വരുന്നു? 2. IUPAC നെയിം പെൻറ്റാൻ 2 1. ഓക്കെ, എങ്ങനെയാണ് കീറ്റോ ഗ്രൂപ്പ്സിന് പേര് കൊടുക്കാമെന്ന് മനസ്സിലായോ? അപ്പോൾ അടുത്തത് ബ്യൂട്ടനോണിൻ്റെയും ഒക്ടനോണിൻ്റെയും ഒക്കെ നമുക്ക് പൊസിഷൻ നമ്പറൊക്കെ മാറ്റിയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഗ്രൂപ്പാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺ, ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്സ് നമ്മൾ പഠിക്കുന്നത്.
ഹാലോ ഗ്രൂപ്പ്സ് ഞാൻ നേരത്തെ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാലോ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ 17th ഫാമിലി എലമെൻസിനെ നമ്മൾ ഹാലജൻസ് എന്ന് പറയും. അപ്പോൾ ആ എലമെൻറ്റ്സ് ഹൈഡ്രോ കാർബണായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡൈൻസ് ഒക്കെയാണ്. അപ്പോൾ ഇവർ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹാലോ കോമ്പൗണ്ട്സ് എന്താണ്? ദ കോമ്പൗണ്ട്സ് ഫോംഡ് വെൻ one or more hydrogen atoms in a hydrocarbon is replaced with equal number of halogen atoms are called halo compounds. കണ്ടോ? അതായത് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഓക്കെ, അതിൽ ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റി പകരം ഈ ഹാലജൻസ് വരിക. ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഹാലജൻസ് വരിക. അത് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ഹാലജൻ വരിക, അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജനെ മാറ്റി എന്താണ് ഹാലജൻസ് വരിക, അങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പം അങ്ങനെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഹാലോ ഗ്രൂപ്പ്സിൽ ഏതൊക്കെ വരും ഫങ്ഷണൽ ഗ്രൂപ്പിൽ നോക്കാം. എഫ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്ലൂറോ എന്നാണ് പറയുക. സി എല്ലാണ് നമ്മൾ കൊടുക്കുന്നതിന് ക്ലോറോ എന്ന് പറയും പേരിന്. ബി ആർ ആണെങ്കിൽ ബ്രോമോ, ഐ ആണെങ്കിൽ ഐഡോ. അതായത് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, ഐഡോ എന്ന് പറയും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഇതാക്കണം, നമ്മളെപ്പോഴും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇത്രയും നേരം പഠിച്ചത് പേര് ലാസ്റ്റാണ് കൊടുത്തിരുന്നത് അല്ലേ? പക്ഷേ ഈ ഹാലോ ഗ്രൂപ്പ്സിനും ആൽക്കോക്സി ഗ്രൂപ്പിനും മാത്രം ഫ്രണ്ടിലാണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ടാണ് പേര് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് ക്ലോറോ മീഥെയിൻ അല്ലെങ്കിൽ ക്ലോറോ ഈഥെയിൻ, ഫ്ലൂറോ ഈഥെയിൻ അങ്ങനെയൊക്കെയാണ് വരിക പൊസിഷൻ നമ്പറിൻ്റെ അടക്കം കേട്ടോ. നമുക്ക് എക്സാമ്പിൾ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ടെക്സ്റ്റുള്ളത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് IUPAC നെയിം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ CH3, CH2, CH2, Cl അതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ 3, 3 എന്ന് പറഞ്ഞു. ഇനി ആൽക്കെയിൻ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ പേര്, 3 കാർബൺ ആറ്റം വരുവാണെങ്കിൽ ആ വരുന്ന ആൽക്കെയിനെ നമ്മൾ എന്ത് പേരെ വിളിക്കുക? പ്രൊപ്പെയിൻ എന്നാണ് വിളിക്കുക. ഇനി നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ്, ഇതിൽ ഏത് ഹാലോ ഗ്രൂപ്പ്സാണ് കൊടുത്തിരിക്കുന്നത്? Cl ആണ് അല്ലേ? അപ്പോൾ Clനെ നമ്മൾ എന്ത് പേരെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ക്ലോറോ. എല്ലാത്തിൻ്റെ ഒപ്പം O ആണ്, അപ്പോൾ ക്ലോറോ, ഫ്ലൂറോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ക്ലോറോ എന്നാണ് വിളിക്കുക. അപ്പോൾ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ക്ലോറോ ടു വിച്ച് കാർബൺ ടു വിച്ച് ദ ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച്ഡ്. അപ്പോൾ നമ്മുടെ Cl അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ പൊസിഷൻ നമ്പർ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ഇവിടെ എണ്ണുമ്പോൾ 1, 2, 3. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 1, 2, 3. ഈ Clൻ്റെ C കണ്ടിട്ട് അത് എണ്ണരുത് കേട്ടോ, അതൊരു എലമെൻ്റ് ആണ്, ആറ്റം ആണ്. സോ അതിൽ ചെറുത് ഏതാ? 3 ആണോ 1 ആണോ? 1. അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. അപ്പോൾ പൊസിഷൻ നമ്പർ ആദ്യം എഴുതണം. പൊസിഷൻ നമ്പർ 1 ഹൈഫൻ ക്ലോറോപ്രൊപ്പെയിൻ. പേര് കൊടുക്കാൻ മനസ്സിലായോ? ഓക്കെ. ഇനി ഈ Clന് പകരം Br ബ്രോമോ ആണ് വന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വന്നതിനെ? 1 ബ്രോമോ പ്രൊപ്പെയിൻ. ഫ്ലൂറോ ആണെങ്കിൽ എഫ് ആണെങ്കിൽ ഫ്ലൂറോ പ്രൊപ്പെയിൻ അങ്ങനെ വന്നാനെ. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ട കേസ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പേര് കൊടുക്കുന്നതിൻ്റെ ഓർഡർ. ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ഹാലോ ഗ്രൂപ്പ് പ്ലസ് ഹൈഫൻ പ്ലസ് നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ആൽക്കെയിൻ. ഓക്കെ, ഇത്രയാണ് നമ്മളത് കൊടുക്കേണ്ടത് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ച് നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. പേര് തന്നിട്ടുണ്ട് നമുക്ക് 2,3 ഡൈക്ലോറോബ്യൂട്ടെയിൻ. അപ്പം ഡൈ എന്ന് വന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി 2 ക്ലോറോ ഉണ്ട്. മെയിൻ ചെയിൻ ഏതാ? ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്യൂട്ടെയിൻ ആയതുകൊണ്ട് നമ്മളൊക്കെ വരയ്ക്കാൻ സ്ട്രക്ചർ വരയ്ക്കണമെന്ന് തന്നെ മെയിൻ ചെയിനെ നമ്മൾ ആദ്യം വരയ്ക്കണം. അപ്പോൾ ബ്യൂട്ടെയിൻ, അപ്പോൾ 4 എണ്ണത്തിനെ വരച്ചു. 1, 2, 3, 4 4 എണ്ണത്തിനെ വരച്ചു. ഇനി എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ, കാരണം ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടും വരച്ചു. ദെൻ 2 ക്ലോറോ വന്നിട്ടുണ്ട് അല്ലേ, ഡൈക്ലോറോ. ഡൈക്ലോറോ എവിടെയാണ് വരുന്നത്? പൊസിഷൻ നമ്പർ 2ലും 3ലും. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ചെയ്യുന്ന നമ്പർ എടുത്തപ്പോൾ ഇവിടെയും കൊടുത്തു. 2 സ്ഥലത്തും Clനെ വെച്ചിട്ട്
ഫില്ല് ചെയ്തു. ബാക്കിയൊക്കെ ഞാൻ ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇവിടെ 3 ആവശ്യമുണ്ട്, 3 വരച്ചു. ഇവിടെ ഒരു ഹൈഡ്രജൻ മതി, ഇവിടെയും ഒരെണ്ണം മതി, ഇവിടെ 3. ഇത് നമ്പർ കൊടുക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സിലൊക്കെ എടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്പറിങ് കൊടുക്കുക, ഹൈഡ്രജൻ ആറ്റത്തിനൊക്കെ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ CH3 CH CH CH3 Cl കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പേരാണ് 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. ഓക്കെ, നമ്മൾ ബ്രാഞ്ച് വരച്ചൊക്കെ പോലെ തന്നെ ബ്രാഞ്ചിന് പകരം ഇവിടെ Cl എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ് വന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി അടുത്ത അതിൻ്റെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ. ഇതിൽ മൊത്തം മെയിൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. അപ്പോൾ 3 വരുമ്പോൾ നമ്മൾ എന്ത് പേര് പറയും? പ്രൊപ്പെയിൻ എന്ന് പറയും. ഇനി വന്നിരിക്കുന്ന ഏത് ഗ്രൂപ്പാണ്? F ആണ്. അപ്പോൾ ഹാലോ ഗ്രൂപ്പാണ്. അതിൻ്റെ പൊസിഷൻ നമ്പർ എത്രയാ? 0. ലെഫ്റ്റിൽ നിന്ന് എടുത്താലും റൈറ്റിൽ നിന്ന് എടുത്താലും 2 തന്നെയാണ്. അപ്പോൾ പേരെന്ത് വരും? 2- ഫ്ലൂറോ പ്രൊപ്പെയിൻ എന്ന് വരും. ഓക്കെ, അടുത്തതിൻ്റെ പേരെന്താ വരിക? ഇതിൻ്റെ 2 അത് കഴിഞ്ഞിട്ട് അപ്പം നെക്സ്റ്റ് പേരെന്താ എടുക്കുന്നത്? അയഡോ ആണ്. അപ്പോൾ അയഡോ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 കാർബൺ ഉണ്ട്. അപ്പം 5 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? 5 കാർബണെ പെൻറ്റ്. അപ്പോൾ പൊസിഷൻ നമ്പർ ഇതിൻ്റെ 1 ആണ് എടുക്കുന്നത്. അപ്പോൾ 1 അയഡോ പെൻറ്റെയിൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക. ക്ലിയർ ആയോ എങ്ങനെയാണ് ഹാലോ ഗ്രൂപ്പ്സിന് പേര് കൊടുക്കുന്നതെന്നുള്ളത്? അടുത്തതാണ് നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ്. നമ്മുടെ ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക സിംഗിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് R എന്നാണ്. അതായത് ഈ Oൻ്റെ 2 സൈഡിലും എന്താണ് ആൽക്കൈൽ റാഡിക്കൽ ഗ്രൂപ്പാണ് വരിക. ആൽക്കൈൽ റാഡിക്കൽ എന്നുള്ള രീതിയിൽ അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് വരിക. അപ്പം അങ്ങനെയുള്ളതാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. R ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് CH3 CH2 എന്ന് പറയില്ലേ, അതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ O സിംഗിൾ ബോണ്ട് ഗ്രൂപ്പിനെ നമ്മൾ ഈതർ ലിങ്കേജ് എന്നാണ് പറയുക. ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ലിങ്കേജ്. അതായത് 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ 2 സൈഡിലും എന്ത് വരണം? ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് വരണം അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിലും ഉണ്ടാവും. അതിലേറ്റവും ചെറുത് ഏതാണോ അതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ്, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരിട്ട് പറയും. അത് പിന്നെ ഉള്ള വലുതിന്, അതായത് കമ്പാരിറ്റീവ്ലി ഏത് സൈഡിലാണോ വലിയ ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ അല്ല ആൽക്കൈൽ ഗ്രൂപ്പ് എടുക്കുന്ന അതിനെ നമ്മൾ സാധാ മീഥെയിൻ പ്രൊപ്പെയിൻ അങ്ങനെ ഏതാണോ എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നമ്മൾ ആൽക്കൈനിൻ്റെ പേര് കൊടുക്കും. അങ്ങനെയാണ് അതിന് പേര് കൊടുക്കും. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ നോക്കുന്നതായിരിക്കും ഇത്രയും കൂടെ ബെറ്റർ. അപ്പോൾ അതിൽ താഴെ കൊടുത്തിരിക്കുന്ന IUPAC നെയിം എഴുതാനാണ്. പോയിൻ്റെ അപ്പുറത്ത് ആൽക്കോക്സി ഗ്രൂപ്പ് ഉണ്ട്. ഇതിനാണ് ഈ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയാം. ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറാണത്, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പോയിൻ്റ് അപ്പുറത്തും വരുന്നതിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അല്ലേ. 2 സൈഡിലും ആൽക്കോക്സി ഗ്രൂപ്പ് ഉണ്ട്, നടുക്കുള്ളതാണ് നമ്മുടെ ആൽക്കോക്സി. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ ആൽക്കോക്സി എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കാർബൺ ആറ്റം കുറവുള്ളത്? ലെഫ്റ്റ് സൈഡിലാണ് കാർബൺ ആറ്റം കുറവുള്ളത് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാർബൺ ആറ്റം കുറവുള്ളതിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ പേരിട്ട് വിളിക്കും. റൈറ്റ് സൈഡിലുള്ളത് സാധാ ആൽക്കൈൻ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ പേരെങ്ങനെയാണ് കൊടുക്കുക ആൽക്കോക്സിയുടെ എന്ന് നോക്കാം. പേര് കൊടുക്കുമ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പോൾ 1 കാർബൺ ഉള്ളതിന് നമ്മൾ എന്ത് പേര് പറയും? വേർഡ് റൂട്ട് മെത്ത്. ഇതിൻ്റെ ഒപ്പം ഇനി നമ്മൾ എന്താ കൊടുക്കണ്ടേ? ഓക്സി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പിൽ ഓക്സി എന്ന് പറയുന്ന പേരാണ് നമ്മൾ കൊടുക്കുക. അപ്പം മീത്തോക്സി കിട്ടിയോ? ഏറ്റവും ചെറുതിൻ്റെ ഒപ്പം ഓക്സി ചേർക്കുക. അപ്പം മീതോക്സി. ബാക്കിയുള്ളത് ഇതാണ് അല്ലേ. ഇതിൻ്റെ പേര് എത്ര? 2 കാർബൺ ഉണ്ട്. അപ്പോൾ 2 കാർബൺ ഉണ്ടെങ്കിൽ ഈഥെയിൻ. അപ്പം എങ്ങനെയാണ് ഒരു ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ IUPAC നെയിം കൊടുക്കാമെന്ന് മനസ്സിലായോ? നമ്മൾ ഏറ്റവും ചെറിയ കാർബൺ ആറ്റം ഉള്ള സൈഡ് സെലക്ട് ചെയ്യുക, അതിന് നമ്മൾ ഓക്സി ചേർത്ത് പേര് പറയുക. ദെൻ ബാക്കിയുള്ളതിന് ആൽക്കെയിൻ സാധാ പേരിടുന്ന പോലെ തന്നെ പേരിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ പേര് IUPAC നെയിം മീതോക്സി ഈഥെയിൻ എന്നാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈതേഴ്സ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് അതാണ് ഈതേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈതേഴ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ആൽക്കോക്സി ഗ്രൂപ്പാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ടേബിളുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാം. ടേബിൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം.
ഫസ്റ്റത്തെ ഗ്രൂപ്പ് കണ്ടോ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓയിൻ്റെ എന്ത് തന്നെയാണ് കിടക്കുന്നത്, സിംഗിൾ ആയിട്ടുള്ള കാർബൺ ചെയിനാണ് കിടക്കുന്നത് അല്ലേ, ഒരൊറ്റ കാർബണേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏത് സെലക്ട് ചെയ്താലും സെയിം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ ഓക്സി ഗ്രൂപ്പ് ചെയ്യുക, ബാക്കി തന്നെ ആൽക്കെയിൻ ജസ്റ്റ് പേര് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം മീതോക്സി, ഒരെണ്ണം മീഥെയിൻ. അപ്പോൾ അതിൻ്റെ പേര് എന്തായി, മീതോക്സി മീഥെയിനായി. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ പേര് മീതോക്സി മീഥെയിനായി. ഇനി നെക്സ്റ്റ് എന്താ കിടക്കുന്നത്, അടുത്തതിൻ്റെ പേര് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പേര് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, ഓയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 3 കാർബണാറ്റവും റൈറ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതിനെയാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയാല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ്, മറ്റേത് ആൽക്കെയിൻ ഗ്രൂപ്പ്. അപ്പോൾ ചെറുതിൻ്റെ പേരാണ് നമ്മൾ ആദ്യം എഴുതുക. നമ്മൾ എന്താണ് ഹാലോ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ പേര് കൊടുത്താൽ ആദ്യം എഴുതാണ് ചെയ്യുക ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരെണ്ണുള്ളതിന് നമ്മൾ എന്ത് പറയും, മീതോക്സി എന്ന് പറയും അല്ലേ. അപ്പം മീതോക്സി എന്താ, ബാക്കി 3 കാർബൺ ഉണ്ട്, അപ്പോൾ പ്രൊപ്പെയിൻ. മനസ്സിലായോ പേര് കൊടുക്കുന്നത്. ഇനി ഒരു സ്ട്രക്ചർ വരയ്ക്കാനാണ് ഈതോക്സി പ്രൊപ്പെയിൻ്റെ. അപ്പം അതും കൂടെ നമുക്ക് നോക്കാം, ഈതോക്സി പ്രൊപ്പെയിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈതോക്സി പ്രൊപ്പെയിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പം ഈതോക്സി ആണ് അല്ലേ, അപ്പോൾ ഓ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും എത്ര കാർബൺ ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഈതാണ്. ഈത് വരുമ്പോൾ എന്താണ്, 2 കാർബൺ ഉണ്ട്. അപ്പം നമ്മൾ ഏത് സൈഡിൽ വരച്ചാലും കുഴപ്പമില്ല, 2 കാർബൺ ആറ്റം വെച്ച് ഒരു സൈഡ് നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈതോക്സി. ഇനി പ്രൊപ്പെയിൻ. അപ്പോൾ അടുത്ത സൈഡിൽ എത്ര കാർബൺ വരണം, 3 കാർബൺ വരണം. സാധാ നമ്മൾ ഫില്ല് ചെയ്യുന്നോണം സിംഗിൾ ബോണ്ട് ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് എന്ത്, ഈതോക്സി പ്രൊപ്പെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പഠിച്ചതിൻ്റെ ഒരു ടോട്ടൽ ആയിട്ട് എന്താണ് നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ പെട്ടിയിൽ നോക്കിയാൽ നമുക്ക് പിന്നീട് എക്സാംസിനൊക്കെ നോക്കുമ്പോൾ ഇത്രയും കൂടെ എളുപ്പം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അതും കൂടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പഠിക്കാനൊക്കെ വേണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, ഫങ്ഷണൽ ഗ്രൂപ്പ്, നെയിം ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, കോമൺ നെയിം, ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ബോണ്ട് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്തായിരുന്നു, ഹൈഡ്രോക്സിലാണ്. അതിനൊരു കോമൺ നെയിം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽക്കഹോൾ. അത് തന്നിട്ടുണ്ട് നമുക്ക്. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നിരിക്കുന്നത് സിംഗിൾ ബോണ്ട് COOH ആണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പേരെ വിളിച്ചിരുന്നതെന്ന് ഓർമ്മയുണ്ടോ, കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു ഇതിൽ വരേണ്ടത്, കാർബോക്സിൽ ഗ്രൂപ്പ്. അതിൻ്റെ കോമൺ നെയിം എന്ത് വരും, കാർബോക്സിലിക് ആസിഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് സിംഗിൾ ബോണ്ട് CHO വരുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കോമൺ നെയിം എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ആൽഡിഹൈഡ്സ് അല്ലേ. ആൽഡിഹൈഡ്സ് എന്നാണ് അതിൻ്റെ കോമൺ നെയിം പറഞ്ഞത്. നെക്സ്റ്റ് കീറ്റോ ഗ്രൂപ്പ് ആയിരുന്നു. കീറ്റോ ഗ്രൂപ്പിന് C ഡബിൾ ബോണ്ട് O ആണ് വരിക. കീറ്റോ ഗ്രൂപ്പ്സിൻ്റെ കോമൺ നെയിം എന്തായിരുന്നു ഓർമ്മയുണ്ടോ, കീറ്റോൺസ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കോമൺ നെയിം. അപ്പോൾ അതിൻ്റെ കോമൺ നെയിം എന്ത് വരും, കീറ്റോൺ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ O സിംഗിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് R. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കോക്സി എന്നായിരുന്നു. സോ ആൽക്കോക്സി എന്ന് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ ഈഥർ ആണ് അതിൻ്റെ കോമൺ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ആണ് FCl Br അയഡോ. ഇതൊക്കെ വരുന്ന ഏത് ഗ്രൂപ്പായിരുന്നു, ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയും കോമൺ നെയിമിൽ. നമ്മളതിന് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഒറ്റ നോട്ടിൽ നമുക്ക് ഈ ഒരു പെട്ടീന്ന് ഒരു ടേബിളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ കോമൺ നെയിമും ഫങ്ഷണൽ ഗ്രൂപ്പും ഒക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. 1 വേർഡ്സ് ഒക്കെ ആയിട്ട് കോമൺ നെയിമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കോമൺ നെയിം മസ്റ്റാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ നമുക്ക് പഠിക്കാനുള്ള 3 കോമ്പൗണ്ട്സ് മെയിനായിട്ട് പഠിക്കാനുള്ളത് നമുക്ക്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ അരോമാറ്റിക്കിന് ബേസ് കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഇലാബറേറ്റഡ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്, ഒരു സിംപ്ലിഫൈഡ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും H ഉണ്ടെന്നാണ്. പക്ഷെ നമ്മൾ H ഇല്ലാണ്ടും കാർബൺ ഇല്ലാണ്ട് ഇങ്ങനെ ഈ റൈറ്റ് സൈഡിലെ സ്ട്രക്ചർ പോലെ വരച്ചാലും അത് ശരി തന്നെയാണ് കേട്ടോ. ഇതിനെ നമ്മൾ പറയുക ബെൻസീൻ എന്നാണ് പറയുക. ഇതിൻ്റെ പേര് ബെൻസീൻ എന്നാണ്. പ്രത്യേകത എത്ര, 6 കാർബണും 6 ഹൈഡ്രജനുമാണ് നമുക്കിതിലുള്ളത്. ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, ഒന്നിടവിട്ട് ഡബിൾ ബോണ്ടും വരുന്നുണ്ട്. അപ്പോൾ 2 രീതിയിൽ കണ്ടാലും രണ്ടും ബെൻസീൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് C6H6 എന്ന് പറയുന്നത്. ഈ ഒരു ബെൻസീൻ വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുറേ അധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിൽ.
അപ്പോൾ ഒരു വിച്ച് കാറ്റഗറി ഡസ് ദിസ് ബിലോങ് ടു എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറി? അരോമാറ്റിക് കോമ്പൗണ്ട്സ് കാറ്റഗറിയിൽ പെട്ടതാണ്. ഇതിൻ്റെ പേര് ബെൻസീൻ എന്നാണ് പേര് വരുന്നത്. ഇനി മോളിക്കുലാർ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല C6H6 ആണ് കേട്ടോ. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഫീനോൾ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. അടുത്ത നമുക്ക് ഇതിൽ തന്നെ അരോമാറ്റിക് കോമ്പൗണ്ടിൽ പഠിക്കാനുള്ള അടുത്ത കോമ്പൗണ്ടാണ് എന്ത്? ഫീനോൾ. ഫീനോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം, അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫീനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഒപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള OH അറ്റാച്ച് ചെയ്താലാണ് നമ്മളതിനെ ഫിനോൾ എന്ന് പറയാം. ഓക്കെ, എൻ്റെ ഒരു കോമൺ നെയിമാണ് ഫിനോൾ എന്ന് പറയുന്നത്. So phenol is the compound obtained when a hydrogen atom in benzene is replaced with an OH group, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട്, അതായത് എക്സാമ്പിൾ കാണിക്കാം. ഇവിടുത്തെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്തിട്ട് പകരം OH വരിക, അതാണ് ഫിനോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിനോൾ ഇസ് ദ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഈ ഇൻ ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, OH ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു, അതാണ് ഫിനോൾ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും പഠിക്കണം. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്ട്രക്ചർ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എക്സാംസിന് ചോദിക്കും. ചിലപ്പോൾ ഇത് തന്നിട്ട് ഇതിൻ്റെ പേര് എഴുതാനായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ OH തരാണ്ട് ബ്ലാങ്ക് ആയിട്ടിട്ട് ഫിനോളിൽ വരുവാണെങ്കിൽ അവിടെ എന്ത് വരണം, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ബെൻസോയിക് ആസിഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ബെൻസോയിക് ആസിഡിൻ്റെ സ്ട്രക്ചർ, അതാണ് മൂന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് അരോമാറ്റിക്കിൽ. ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരുന്നു, അതിന് പകരം കാർബോക്സിൽ ഗ്രൂപ്പ്, അതായത് COH ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെയാണ് നമ്മൾ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ റിസൾട്ടിങ് കോമ്പൗണ്ട് ഇങ്ങനെയാണ് വരിക, കണ്ടോ? ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം COH ഫങ്ഷണൽ ഗ്രൂപ്പ് വരിക. അപ്പോൾ അതിൻ്റെ പേരാണ് ബെൻസോയിക് ആസിഡ്. ഈ രണ്ട് സ്ട്രക്ചറും ശരിക്കും കൃത്യമായിട്ട് വരയ്ക്കാനും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ മൊത്തം ടോപ്പിക്സ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത് ഐസോമറിസം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം, പൊസിഷൻ, ചെയിൻ, ഫങ്ഷണൽ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റാമറിസം, ഈ ഇത്രയും കൂടി ഉള്ളൂ. അപ്പോൾ ഐസോമറിസം ഒറ്റ ടോപ്പിക്കായിട്ടും മെറ്റാമറിസം കൂടി നമുക്ക് എടുത്ത് തീർക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും അത്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിലൂടെ നിർത്തുകയാണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് കിട്ടണമെങ്കിൽ തൊട്ട് മുന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.